എല്ലാവർക്കും നമസ്കാരം. എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നിലവിലെ ഭരണസമിതിക്കും ഹൈക്കോടതി വലിയൊരു തിരിച്ചടി സമാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഡയറക്ടർമാരായി തുടരാൻ അയോഗ്യരാണ് എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ വിധിയുടെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ത്? അപ്പോൾ ഇതിൻ്റെ ലളിതമായ വശങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. എല്ലാവർക്കും മൈ സയൻസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് കാണാം. ഒന്ന്, വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കുന്നതിൽ സംഭവിച്ച ഒരു വീഴ്ച. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു സംഘടന കൃത്യമായി പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 2006-2007 സാമ്പത്തിക വർഷം മുതൽ 2016-17 വരെയുള്ള കാലയളവിൽ എസ്.എൻ.ഡി.പി യോഗം കൃത്യമായി ആനുവൽ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. 2013 കമ്പനീസ് നിയമത്തിലെ 164(2) സെക്ഷൻ പ്രകാരം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സംഘടന തുടർച്ചയായി 3 വർഷം സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളോ വാർഷിക റിട്ടേൺസോ ഒക്കെ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് അടുത്ത 5 വർഷത്തേക്ക് ഡയറക്ടർ സ്ഥാനത്ത് തുടരാനോ പുതുതായി നിയമിതരാകാനോ യോഗ്യതയുണ്ടാവില്ല എന്നാണ് നിയമം പറയുന്നത്. 2020 കമ്പനീസ് ഫ്രഷ് സ്റ്റാർട്ട് സ്കീം വഴി പിന്നീട് റിട്ടേൺ നൽകിയതിനാൽ അയോഗ്യത മാറുമെന്ന് യോഗം വാദിച്ചുവെങ്കിലും റിട്ടേൺ വൈകി നൽകിയതുകൊണ്ട് മാത്രം നിയമപരമായ അയോഗ്യത ഇല്ലാതാകുന്നില്ല എന്നുകൂടി കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. രണ്ടാമത്തേത്, ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കണമെങ്കിൽ നിയമപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് DIN നമ്പർ, ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു മിനിസ്ട്രി നൽകുന്ന ഒരു 8 അക്ക ഡിജിറ്റൽ നമ്പറാണിതെന്ന് പറയാം. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് നിയമപ്രകാരമുള്ള DIN നമ്പർ ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന DIN നമ്പർ ഇല്ലാത്ത ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടറായി തുടരുവാൻ യാതൊരു തരത്തിലുള്ള അവകാശമില്ല. എസ്.എൻ.ഡി.പി യോഗം ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ഒന്നായതിനാൽ ഈ നിയമം അവർക്കും തീർച്ചയായും ബാധകമാണ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇതിനായി പ്രത്യേക ചട്ടങ്ങളൊന്നും നിലവിൽ ഉണ്ടാക്കാത്തൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് കേന്ദ്ര നിയമം ഫോളോ ചെയ്യണമെന്നും ഇത് പറയുന്നുണ്ട്. എസ്.എൻ.ഡി.പി യോഗം ഭരണസമിതിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ഈ ഒരു നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതേപോലെ തന്നെ എസ്.എൻ.ഡി.പിയിലെ തന്നെ മുതിർന്ന അംഗങ്ങളുമാണ് എന്ന് കണക്കാക്കാം. ഇവർ ഉന്നയിച്ച കൃത്യമായ നിയമവശങ്ങളാണ് കോടതിയെ ഈ ഒരു വിധിയിലേക്ക് നയിച്ചതെന്നും മനസ്സിലാക്കാം. പ്രമുഖ സാഹിത്യ വിമർശകനും സാംസ്കാരിക നായകനുമായിട്ടുള്ള പ്രൊഫസർ M.K. സാനുവാണ് ഈ ഹർജിയിലെ ഒന്നാമത്തെ പരാതിക്കാരനെന്ന് മനസ്സിലാക്കാം. എസ്.എൻ.ഡി.പി യോഗത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതിൻ്റെ സുതാര്യതയിലും വന്ന വീഴ്ചകൾക്കെതിരെ അദ്ദേഹം കാലാകാലങ്ങളായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. യോഗം ഭരണസമിതി നിയമവിരുദ്ധമായി തുടരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. കൊല്ലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ്.എൻ.ഡി.പി പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള M.S. ചന്ദ്രസേനനുണ്ട്. അദ്ദേഹം ഈ കേസിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു. യോഗത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ക്രമക്കേടുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിലും അത് കോടതിയിലൊക്കെ ഹാജരാക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ നിർണായകമായി ഇതിനകത്തുണ്ടായി. ഭരണസമിതിയുടെ അയോഗ്യത സംബന്ധിച്ച സാങ്കേതികവും അതേപോലെ നിയമപരവുമായിട്ടുള്ള വശങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിൽ ഡോക്ടർ K. രഘുവും ഹർജിക്കാരിൽ ഒരാളായി മുന്നിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. യോഗം ഡയറക്ടർമാർക്ക് അയോഗ്യതയില്ല എന്ന് കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ 2024 ഫെബ്രുവരി 17 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് ഹർജിക്കാർ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ 2013 കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 164(2) പ്രകാരം റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ വരുന്ന ആ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ 5 വർഷത്തേക്ക് നിലനിൽക്കുമെന്നും പിന്നീട് നമ്മളത് റിട്ടേൺസ് നൽകിയാൽ തന്നെയും ഈ അയോഗ്യത സ്വയം ഇല്ലാതാകുന്നില്ല എന്നും ഹർജിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഹർജിക്കാരുടെ വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി രജിസ്ട്രേഷൻ IG-യുടെ മുൻപുണ്ടായിരുന്ന ആ ഒരു ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരായി തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച കോടതി നിലവിലെ ഭരണസമിതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു നിയമ പോരാട്ടം എസ്.എൻ.ഡി.പി യോഗത്തിൻ്റെ വരുംകാല തിരഞ്ഞെടുപ്പ് രീതികളെയും അവരുടെ ഭരണഘടനയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ നിയമത്തിലെ 164(2) സെക്ഷൻ പ്രകാരം ഒരു കമ്പനി തുടർച്ചയായി 3 വർഷം ആനുവൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നിവ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിക്ഷേപകർക്ക് നൽകാനുള്ള തുകയോ പലിശയോ ഒരു വർഷത്തിലകം വൈകിപ്പിക്കുക പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ഒരു നിയമം ബാധകമാകുന്നത്. SNDP യോഗം വാദിച്ചത് തങ്ങൾക്ക് കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് ആണ് ബാധകമെന്നുള്ളതാണ്. എന്നാൽ ഈ നിയമത്തിൽ ഡയറക്ടർമാരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രത്യേക ചട്ടങ്ങളൊന്നും ഇല്ല എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് 2013 കേന്ദ്ര കമ്പനി നിയമം തന്നെയാണ് ഇവിടെ പാലിക്കപ്പെടണമെന്ന് കോടതി പറയുന്നു. ഈ വിധി നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള നിലവിലെ ഭരണസമിതിക്ക് ഉടനടി തന്നെ അധികാരമഴിയേണ്ടതായിട്ട് വരും. അവർക്ക് അടുത്ത 5 വർഷത്തേക്ക്, അതായത് ഈ ഒരു അയോഗ്യതാ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധി കഴിയുന്നതുവരെ ഭരണസമിതിയിലേക്ക് മത്സരിക്കാനോ ഡയറക്ടർ സ്ഥാനം വഹിക്കുവാനോ തീർച്ചയായും സാധിക്കില്ല എന്നതാണ് ഔട്ട്പുട്ട്. സർക്കാർ നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ താൽക്കാലിക സമിതിക്കോ ആയിരിക്കും തുടർന്നുള്ള യോഗത്തിൻ്റെ ചുമതല എന്നുകൂടി മനസ്സിലാക്കുക. കോടതി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ലഭിച്ചെങ്കിൽ മാത്രമേ ഔദ്യോഗികമായി പ്രതികരിക്കൂ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രാഥമിക പ്രതികരണമായി നമ്മൾ കണ്ടത്. വിധിയുടെ സാങ്കേതിക വശങ്ങളൊക്കെ പരിശോധിക്കാനും അടുത്ത നീക്കങ്ങളൊക്കെ തീരുമാനിക്കാനും സുപ്രീം കോടതിയിലെയും അതേപോലെ ഹൈക്കോടതിയിലെയും ഒക്കെ പ്രമുഖ അഭിഭാഷകരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നതും കണ്ടു. മുൻപും സമാനമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അതിനെയെല്ലാം തങ്ങൾ അതിജീവിച്ചിട്ടുണ്ടെന്നും നിയമപരമായ പോരാട്ടത്തിലൂടെ തിരിച്ചു വരുമെന്നുമുള്ള സൂചനകളാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വൃത്തങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഈ ഒരു വിധിക്ക് സ്റ്റേ വാങ്ങുകയോ അത് റദ്ദാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ പെനൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇതിനായി അവർക്ക് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ അതേ കോടതിയിലെ തന്നെ 2 ജഡ്ജിമാരടങ്ങുന്ന ആ ഒരു ഡിവിഷൻ ബെഞ്ചിനെയൊക്കെ വേണമെങ്കിൽ സമീപിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു അപ്പീൽ നൽകുന്നതിനോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ച് വിധിയുടെ ആ ഒരു ഉത്തരവ് തടയുന്ന ആ ഒരു സ്റ്റേ അപേക്ഷയും നൽകും. സ്റ്റേ ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് തുടരുവാൻ സാധിക്കൂ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല വിധി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാന മാർഗമായി വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നൊരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സംഘടന കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. വെള്ളാപ്പള്ളി നടേശൻ എന്ന കരുത്തനായ നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിക്കും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടി കേവലം ഒരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് നിയമപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരുമെന്നാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമോ അതോ സിംഗിൾ ബെഞ്ചിൻ്റെ ആ ഒരു വിധി ശരിവെക്കപ്പെടുമോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റിയിൽ അറിയാൻ സാധിക്കും. SNDP യോഗം പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള നിലനിൽപ്പിന് ഈ വിധി എങ്ങനെയൊക്കെ ഗുണകരമാകുമെന്നും അറിയാൻ സാധിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. Until then, this is Liju signing off.